നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ദേശീയ ടീമിൻ്റെ സഹപരിശീലകൻ അസിസ്റ്റൻ്റ് കോച്ച് ഡേവിഡ് ആഞ്ചലോട്ടി ഇതാ ലീഗ് 1 ക്ലബ്ബായ ലില്ലി ഒഎസിയുടെ കോച്ചായിട്ട് ചുമതലയേറ്റിരിക്കുന്നു. അദ്ദേഹത്തിപ്പോൾ ഒഫീഷ്യലി അവരുടെ കോച്ചായിട്ട് ലില്ലി ഒഎസി പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആൾ ബ്രസീൽ ടീമിനോടൊപ്പമാണുള്ളത്. അതിനിടക്കാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രഖ്യാപനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഡേവിഡ് ആഞ്ചലോട്ടി ഇതാ ലില്ലി ഒഎസിയുടെ കോച്ചായിട്ട് വരുന്നു. ലില്ലി ഒഎസി അനൗൺസസ് ടുഡേ ദി അപ്പോയിൻറ്റ്മെൻറ്റ് ഓഫ് ഡേവിഡ് ആഞ്ചലോട്ടി ആസ് മാനേജർ ഓഫ് ദി ഫസ്റ്റ് ടീം. ദി ഇറ്റാലിയൻ ടെക്നീഷ്യൻ ഹു ഹാസ് വർക്ക്ഡ് വിത്ത് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ക്ലബ്സ് ആൻഡ് നാഷണൽ ടീംസ് ഹാസ് സൈൻഡ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 2 years. 2 വർഷത്തെ ഒരു കോൺട്രാക്റ്റിലാണിപ്പോൾ അദ്ദേഹം എത്തുന്നത്. ലോകത്തെ വമ്പൻ ക്ലബ്ബുകളിൽ അദ്ദേഹം അസിസ്റ്റൻ്റ് പരിശീലകനായിട്ട് നിന്നിട്ടുണ്ട് എന്ന കാര്യമാണ് അവർ പറയുന്നത്. അത് കാർലോ ആഞ്ചലോട്ടിക്കൊപ്പം വമ്പൻ ക്ലബ്ബുകളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇനി അദ്ദേഹത്തെ അവർ കോച്ചായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ബ്രസീലിന് ആരാധകരുടെ സംശയം, ആശങ്ക, അപ്പോൾ വേൾഡ് കപ്പിന് ആളുണ്ടാവില്ലേ? അതായത് കാർലോ ആഞ്ചലോട്ടിയുടെ കൂടെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. അതിനിപ്പോൾ ലില്ലി ഒഎസിയുടെ പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് കഴിയുവോളം ഉണ്ടാകും എന്നുള്ളത്. അതായത് CBFുമായിട്ട് ആൾക്ക് കോൺട്രാക്റ്റ് ഉണ്ട്. അത് ഈ വേൾഡ് കപ്പ് കഴിയുന്നത് വരെയാണ്. സോ ഈ വേൾഡ് കപ്പ് കഴിയുന്നത് വരെ ഡേവിഡ് ആഞ്ചലോട്ടി ബ്രസീലിയൻ ടീമിനോടൊപ്പം തന്നെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഏതാണ്ട് ജൂലൈ 20 അദ്ദേഹം ലില്ലി ഒഎസിയിൽ ജോയിൻ ചെയ്യും എന്നാണ് ഇപ്പോൾ അവരുടെ പ്രസിഡന്റ് തന്നെ കൺഫേം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടിയോടൊപ്പമാണ് അദ്ദേഹം എത്തിയത്. പിന്നീട് അദ്ദേഹം കഴിഞ്ഞ വർഷം ബൂട്ടോഫോഗയുടെ കോച്ചായിട്ടുണ്ടായിരുന്നു. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ബൂട്ടോഫോഗയുടെ കോച്ചായിരുന്നു. പക്ഷേ ആ ഹെഡ് കോച്ചായിട്ടുള്ള ആ ഒരു സ്റ്റിൻറ്റിൽ അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 33 മത്സരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ബൂട്ടോഫോഗ കളിച്ചതിൽ 15 വിജയം, 11 സമനില, 7 പരാജയങ്ങൾ എന്നുള്ളതാണ്. 45.45% മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. ഏതായാലും അദ്ദേഹം വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമിനോടൊപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ലീഗ് 1 ലില്ലി ഒഎസിയുടെ കോച്ചായിട്ട് എത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.